എടേ താടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു പടം ചെയ്ത് താടിയൊക്കെ എടുത്തിരിക്കുകയാണ്, എന്നാലും കുറച്ച് അത്യാവശ്യം ചെറിയൊരു താടിയുണ്ട്. എന്നാൽ ഇനി എടുക്കണ്ട, ഒരു പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, ചാനലിൽ നിന്ന് വിളിക്കും, ഫ്ലവേഴ്സിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ബുദ്ധച്ചനാണെന്നുള്ള അർത്ഥം. അത് പറഞ്ഞിട്ട് അവന് 3 പിള്ളേരുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ മുഖത്ത് ഞാൻ നോക്കി. അപ്പം ഞാൻ എന്താ ചേട്ടാ നോക്കുന്നത്? അല്ല ഡേ അപ്പൂപ്പനാണ്. ഞാൻ സോ വാട്ട്. അപ്പം ഞാനങ്ങനെ ഇമേജിൽ വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാരണം ഒന്ന് എൻ്റെ ഏജിനേക്കാൾ വലിയൊരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് എന്ന് പറയുന്ന ഒരു ഗിവൺ ടേക്കണാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ ആ ടീമിലുള്ള 11 മെമ്പേഴ്സ് തമ്മിൽ വല്ലാത്തൊരു ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പം സിനിമകളിലൊക്കെ ആയാലും ആക്ടേഴ്സിൻ്റെ ഒരു സ്പേസ് വളരെ കുറവാണ്. കാരണം സിനിമ എപ്പോഴും സംവിധായകൻ്റെ കലയാണ്, ആക്ടേഴ്സിന് സ്പേസ് കുറവാണ്. പക്ഷെ തിയേറ്ററിൽ നേരെ തിരിച്ചാണ്, തിയേറ്ററിന് ആക്ടേഴ്സിനാണ് ഇമ്മൻസ് ഓഫ് സ്പേസ് ഉള്ളത്. അപ്പോൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മളെ ഇത്തരം പരിപാടികളിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നമസ്കാരം. നമസ്കാരം. ഇന്നിപ്പോൾ മൂവി മാജിക്കിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ആരാണ് എന്ന് പ്രേക്ഷകർക്ക് ഒന്ന് ജസ്റ്റ് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. കാരണം സാധാരണ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇന്നും മലയാളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണ്, ഒരു സിറ്റ്കോമാണ് ചക്കപ്പഴം. ചക്കപ്പഴത്തിലെ അച്ഛനാണ്, അതായത് ആ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് കുഞ്ഞുണ്ണി എന്ന തള്ളു കഥകൾ പറയുന്ന ആ കുഞ്ഞുണ്ണി ചേട്ടനാണ്. കുഞ്ഞുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അമലാണ് നമ്മളോടൊപ്പം ഉള്ളത്. അമൽരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒന്നുകൂടി നമസ്കാരം പറയുന്നു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നന്നായി പോകുന്നു. എന്തായാലും കുഞ്ഞുണ്ണിയുടെ തള്ളു കഥകൾ കേൾക്കാനായി പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുഞ്ഞുണ്ണിയുടെ ഒരു ലുക്കല്ല. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പലർക്കും, ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഇത് അത് തന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലർ ശബ്ദം ക്യാച്ച് ചെയ്യും. ചില ആൾക്കാരൊക്കെ ശബ്ദം ക്യാച്ച് ചെയ്തിട്ടാണ് അയ്യോ ഇത് മറ്റേ കുഞ്ഞുണ്ണിയല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതെ, നമ്മുടെ സെയിം ഗെറ്റപ്പിലാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഇതിൽ എനിക്ക് പിന്നെ അമലിനോട് ചിലപ്പോഴൊക്കെ പറയാൻ തോന്നിയിട്ടുണ്ട്. എങ്ങനെയെന്നറിയാം, അമല കഥാപാത്രത്തിൽ നമ്മുടെ ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഉത്തമനോടും തക്കുട് മോൻ സുമേഷ് നമ്മുടെ റാഫി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോടും എടാ മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞങ്ങളെയൊക്കെ അച്ഛന്മാർ ഞങ്ങളുടെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഞങ്ങളെ അച്ഛനൊക്കെ ഞങ്ങളെ വിളിക്കുന്ന മക്കളെ എന്നാണ്. കാര്യം അത് തിരുവനന്തപുരത്തെ ഒരു സ്ലാങ് ആണ്. അപ്പോൾ അപ്പോൾ അത് ഞാൻ പലതവണ പിന്നെ അമല് ഒരു നാടകക്കാരനാണ്, ഒരു നാടക നടനാണ്. അമച്ചർ നാടക സംഘത്തിലൊക്കെ നിരവധി നാടകങ്ങൾ അമലിനെ കണ്ടിട്ടുണ്ട്. അമൽരാജ് എന്ന നാടക നടനെ, അഭിനേതാവിനെ നമ്മളൊക്കെ ഒരുപാട് മാറി നിന്ന് വീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നിരവധി തവണ ഞാൻ താങ്കളോട് പറയണമെന്ന് മനസ്സിൽ കരുതിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള താങ്കളുടെ അഭിനയത്തിലെ ഒരു സ്വാഭാവികത ഒന്ന് പറയാം. അതിനകത്ത് ഇപ്പൊ എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടനാണ്, ആർ ഉണ്ണികൃഷ്ണനാണ് എൻ്റെ സംവിധായകൻ. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് വളരെ വർഷങ്ങളായിട്ടറിയാം, തിയേറ്ററിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എടേ താടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു പടം ചെയ്ത് താടിയൊക്കെ എടുത്തിരിക്കുകയാണ്, എന്നാലും കുറച്ച് അത്യാവശ്യം ചെറിയൊരു താടിയുണ്ട്. എന്നാൽ ഇനി എടുക്കണ്ട, ഒരു പുതിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, ചാനലിൽ നിന്ന് വിളിക്കും, ഫ്ലവേഴ്സിൽ നിന്നാണെന്ന് പറഞ്ഞു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ വിളിക്കുന്നു. അപ്പോൾ എറണാകുളത്തിന് ഓഡീഷൻ ഉണ്ട് വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എറണാകുളത്തിൽ വന്നു. ഞാൻ ഉണ്ണിച്ചേട്ടനെ കണ്ട് ഞാൻ സംസാരിച്ചു. ഇതിനകത്ത് അച്ഛൻ്റെ ഒരു കഥാപാത്രമാണ്. 3 മക്കളുണ്ട് എന്നൊക്കെ ചില പറഞ്ഞിട്ട് 3 വലിയ മക്കൾ അത് പറഞ്ഞില്ല. അതിൽ പറഞ്ഞ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ്, കുടുംബത്തിലെ കാരണവരാണ്, അച്ഛനാണ്. 3 മക്കളുണ്ട്. മൂത്തയാള് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മോനാണ്. അവന് 3 പിള്ളേരുണ്ട്. എന്ന് പറഞ്ഞാൽ ബുദ്ധച്ചനാണെന്നുള്ള അർത്ഥം. അത് പറഞ്ഞിട്ട് അവന് 3 പിള്ളേരുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ മുഖത്ത് ഞാൻ നോക്കി. അപ്പം ഞാൻ എന്താ ചേട്ടാ നോക്കുന്നത്? അല്ല ഡേ അപ്പൂപ്പനാണ്. ഞാൻ സോ വാട്ട്. ഞാൻ അതിനെക്കുറിച്ച് ബോധറിങ് അല്ല. കാരണം നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുന്നിടത്താണ് നമ്മുടെ ഒരു സക്സസ്. അതാണ് ഞാൻ അമച്ചർ നാടക പ്രസ്ഥാനത്തിലെ നടൻ എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞത്. അപ്പം ഞാനങ്ങനെ ഇമേജിൽ വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാരണം ഒന്ന് എൻ്റെ ഏജിനേക്കാൾ വലിയൊരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പം ഒരു 60-കാരൻ്റെ അതെ അതെ. ഞാൻ അതിനെ കുറിച്ച് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇപ്പം അച്ഛനായാലും അപ്പൂപ്പനായാലും ചെയ്യാം, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. പിന്നെ ഉണ്ണിച്ചേട്ടൻ ഓൾറെഡി ഇത്രയും വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് അതിനകത്ത് ടെൻഷനൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് നിന്റെ ഒരു ഏജിനേക്കാൾ ഫിസിക്കലൈസേഷൻ മീൻസ് കൂടിയ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അപ്പോൾ ആ റേഞ്ചിലുള്ള ബോഡി ലാംഗ്വേജിലോ ശബ്ദത്തിലോ ഒന്നും നമ്മൾ വളരെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെ പെരുമാറുന്നു. അപ്പം ഞാനിങ്ങനെ റെഫറൻസ് നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മാവന്മാർ, അപ്പം നിനക്ക് നിൻ്റെ സ്ലാങ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാനിങ്ങനെ നമ്മുടെ റെഫറൻസുകളിലേക്കൊക്കെ നോക്കിയപ്പം അപ്പൊ വീട്ടിലൊക്കെ എല്ലാവരും സ്നേഹം കൂടുമ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഈ മക്കളെ എന്നാണ് വിളിക്കുന്നത്. മക്കളെ എടാ അത് വിളിക്കുന്നതിനകത്തൊരു വല്ലാത്തൊരു ഇന്റിമസി ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ആ എക്സ്പീരിയൻസ് നമ്മുടെ ഈ റെഫറൻസ് മുഴുവൻ അല്ല, അത് എന്റെ നിരീക്ഷണമാണ്. ഞാനത് നിരീക്ഷിച്ചപ്പോ എനിക്ക് തോന്നിയത്, കാര്യം എന്റെ അച്ഛനൊക്കെ ഞങ്ങൾ അങ്ങനെ സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുന്നതാണ്. അത് തിരുവനന്തപുരത്തെ ഒരു രീതിയാണ്. പിന്നെ രണ്ട് അതിനകത്ത് ഈ ചക്കപ്പഴം എന്ന് പറയുന്നതിനകത്തുള്ള ഏറ്റവും വലിയൊരു വൈബ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് എല്ലാവരും തമ്മിൽ വല്ലാത്തൊരു വൈബുണ്ട്. ഇപ്പം എൻ്റെ അമ്മയായിട്ട് വന്ന മുത്തശ്ശി അമ്മയായിട്ടാണെങ്കിലും ശ്രീകുമാർ, റാഫി, ശ്രുതി, അശ്വതി, സബീറ്റ, ടസ, ഇവരെല്ലാരും രണ്ടുപേരും കൊച്ചുമക്കളൊക്കെ എല്ലാവരും അപ്പൊ അവരൊക്കെ വല്ലാത്തൊരു തരം നമ്മുടെ വൈബുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി പോലെ നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീൽ അല്ല. കാരണം ഇത് വീട് അത് നമ്മുടെ കുടുംബം ഇവിടെ നിന്നുള്ളൊരു വൈബ് ഉണ്ടായിരുന്നു, ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫോമൻസ് ചെയ്യുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു തരം ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ കണക്ഷൻ ഉണ്ട് എല്ലാവരും. എപ്പോഴും സീസൺ കഴിഞ്ഞ് സ്റ്റോപ്പായിട്ട് ഒരു 6-7 മാസമാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളെല്ലാവരും തമ്മിൽ. കഴിഞ്ഞ ദിവസം ടസ ഇപ്പൊ അബുദാബിയിലാണ്. ടസ വരുന്ന സമയത്ത് എന്നെ വിളിക്കാറുണ്ട്, ഇവിടെ വന്നപ്പോൾ വിളിച്ചിരുന്നു. സബീറ്റ് വിളിക്കാറുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ടും നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണേ, ഈ ഇടയ്ക്കൊന്ന് ചോദിക്കുക, ഈ നമ്മളിപ്പോ അതിൽ നമ്മൾ കാണുമ്പോൾ ഒരു സ്വാഭാവിക അഭിനയമാണ് കാണുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അഭിലാഷ് എന്ന് പറയുന്ന അമച്ചർ നാടക സംഘത്തിലേക്ക് ഉണ്ടായിരുന്ന പലരും ഉണ്ട്. ഇത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും പോകണം. അപ്പൊ ഒരാൾക്ക് എഴുതുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും മാറി ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റിന്റെ പുറത്താണ് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് തന്ന് സംവിധായകൻ അവിടെ ഇരുന്ന് എന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വായിച്ചതിന് ശേഷം നമുക്കൊന്ന് സ്ക്രിപ്റ്റ് തരും, ഒന്ന് ബൈ ഹാർട്ട്. കാരണം സിംഗ് സൗണ്ട് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വിത്ത് ക്യാമറ റിഹേഴ്സൽ പോകുന്നു. 3 ക്യാം ഷൂട്ടാണ്. റിഹേഴ്സൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് സജഷൻസ് അങ്ങോട്ട് പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. ചിലപ്പോൾ നമ്മൾ പഠിച്ചത് മറന്നു പോകാം, ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ വരാം. അപ്പൊ എന്തും സംഭവിക്കാം. അപ്പൊ എന്ത് വന്നാലും നമ്മളൊരു ഫൈറ്ററിനെ പോലെ പൊരുതി അടിച്ച് തങ്കടിച്ച് പോവാന്നുള്ളതാണ്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ടാണ്. കാര്യം ഞാൻ ചോദിച്ചത്, നമ്മുടെ അഭിലാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നടൻ ഉണ്ടായിരുന്നില്ല, ഒരു സുഹൃത്ത് അഭിനയം, അദ്ദേഹമാണോ ഈ സ്ക്രിപ്റ്റിന്റെ? പലരും എഴുതിയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ അത് എൻ്റെ ഒരു സംശയമായിരുന്നു, അഭിലാഷ് ചന്ദ്രനാണോ. ഏതായാലും എൻ്റെ ഒരു സംശയം, താങ്കൾ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റ് ആദ്യം പഠിക്കുന്നു, പിന്നീട് അത് കാണുന്ന ഒരു സ്വാഭാവികത, ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഉള്ളത് പറഞ്ഞിരുന്നാലും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത പറഞ്ഞിരുന്നാലും ശ്രീകുമാർ എന്ന മകൻ ഉത്തമൻ എന്ന കഥാപാത്രത്തിന്റെ അഭിനയം, അതിനോടൊപ്പം അച്ഛൻ്റെ എടാ മക്കളെ ചെലവിന് കൊടുക്കുന്ന മകൻ, ചെലവിന് കൊടുക്കാത്തതിൽ പിശുക്കത്തരം കാണിക്കുന്ന ഒരു അച്ഛൻ, പെട്ടിയെ കെട്ടിപ്പിടിക്കുന്ന അച്ഛൻ പിശുക്കനാകുന്നതിന്റെ കാരണം അതിനകത്ത് പറയുന്നത്. കാരണം അച്ഛന്റെ കാശുണ്ട്, പക്ഷെ ഈ കാശെടുത്ത് ചെലവാക്കിയ പിള്ളേർക്ക് മൊത്തം പൊട്ടടിച്ച് തീർക്കും. അപ്പൊ ആവശ്യമുള്ളതിനൊക്കെ ചെലവാക്കി ചെയ്യും. സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിലും അങ്ങനെ ഒരു മക്കളെ പൈസ ഇല്ലടാന്ന് പറയും. സത്യം പറഞ്ഞാലേ ഞാനീ പറയുന്ന പോലെ ഞാൻ അറിയാതെ ചിരിച്ചു പോകണേ. കാര്യം താങ്കളെ ഇരുത്തിക്കൊണ്ട് ഞാൻ ചിരിച്ചു പോകുന്ന താങ്കളുടെ കഥാപാത്രത്തല്ലെങ്കിലേ താങ്കൾ പറഞ്ഞ ആ ഡയലോഗുകളിലേക്ക് ഞാൻ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. കാര്യം ഒരു എപ്പിസോഡില് പെട്ടിയുടെ താക്കോല് കാണാനില്ല, അല്ലെ? പെട്ടിയുടെ താക്കോല് കാണാനില്ല. അപ്പോ താക്കോല് ഇളയ മകൻ കുത്തി തുറക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി അത് ഹോള് അല്ലെ ഓപ്പൺ ആക്കുന്നില്ല. അങ്ങനെ ഒരു എപ്പിസോഡല്ലേ. ശരിക്കും അതൊക്കെ വളരെ രസകരമായിരുന്നു. കാര്യം ഇതിപ്പോ താങ്കൾ ആ വൈബ് കിട്ടി എന്ന് പറഞ്ഞ് ഡയലോഗ് പഠിച്ച ശേഷം നിങ്ങൾ ഇംപ്രവൈസ് ചെയ്തിട്ട് നിങ്ങൾ കൈന്നിട്ട് പറയുന്നൊക്കെ പറയുന്നില്ലേ, ഒരിക്കലും കൈന്നിട്ട് പറയുന്നതിന് തോന്നത്തില്ല. എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ? അത് ഞാൻ താങ്കളെ ഇരുത്തിക്കൊണ്ട് വെറുതെ പ്രശംസിക്കുന്നതല്ല. അല്ല, അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് എന്ന് പറയുന്ന ഒരു ഗിവൺ ടേക്കണാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ ആ ടീമിലുള്ള 11 മെമ്പേഴ്സ് തമ്മിൽ വല്ലാത്തൊരു ഒരു കണക്ഷൻ ഉണ്ട്. അത് സംവിധായകൻ ഉണ്ടാക്കിയെടുത്ത, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത അതിന്റെ ഒരു വൈബ് നമുക്ക് തുടക്കത്തിൽ ഫീൽ ചെയ്തു. നമ്മള് അപ്പൊ സാറിന് തുടക്കത്തിലൊക്കെ നിർബന്ധമായിരുന്നു എല്ലാവരും അച്ഛൻ, അനിയൻ, പിന്നെ ഉത്തമ എന്നേ വിളിക്കാവൂ. ആ കോമ്പൗണ്ടിനകത്ത് ഇരുന്നതിൽ അങ്ങനെ. അപ്പൊ അത് നമ്മൾ കുറെ കാലം അത് അങ്ങനെ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കണക്ഷൻ, ഒരു ഗിവൺ ടേക്കൺ ഉണ്ട്. അപ്പൊ എപ്പോഴും ഈ പറയുന്ന ഇപ്പം മോഹൻലാലിനെ കുറിച്ചും ജഗദീഷ് കുറിച്ചും പറയുന്നത് ആക്ടേഴ്സ് തമ്മിൽ ഉണ്ടാവുന്ന ഒരു കൊടുക്കൽ വാങ്ങലാണ് നമുക്കത് ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിൽ ഫീൽ ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്.
പിന്നെ കണ്ടന്റുകളും അതെ. അപ്പൊ നമ്മുടെ സംസാരത്തിൽ പകുതിയും ചക്കപ്പഴത്തിലേക്ക് പോയി. അതെ, ഏതായാലും സാധാരണ പ്രേക്ഷകൻ ചക്കപ്പഴത്തിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ഏതാണ്ട് എത്രയെങ്കിലും സിനിമകളിൽ താങ്കൾ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഭഗതിന്റെ ഒക്കെ 1-2 സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇനിയും പുതിയ പ്രോജക്റ്റുകളൊക്കെ അങ്ങനെ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഒന്നും അനൗൺസ് ചെയ്യാറായിട്ടില്ല. കാരണം സിനിമ എപ്പോഴും നമ്മൾ തിയേറ്ററിൽ വന്ന് റിലീസായി തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് അത് നമ്മളുണ്ട്, അല്ലെങ്കിൽ ആ സിനിമ, കാരണം പലപ്പോഴും പല സംഭവിക്കും. അതുകൊണ്ട് പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ചില പ്രോജക്റ്റുകൾ ഇപ്പം ഓൺ ദ വെയിലാണ്. അപ്പൊ ഇപ്പോ എറണാകുളത്താണ് താമസം. അതെ, പക്ഷെ സിനിമയേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും അറിയാം, ഒരുപാട് കോമ്പറ്റീഷൻ, ഒരുപാട് ആൾക്കാരും അവിടെ. പക്ഷെ ഞാൻ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതൊക്കെ തിയേറ്ററാണ്. ഞാൻ ചെറുപ്പം തൊട്ട് 4ാം ക്ലാസ് തൊട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മെന്റലി കംഫർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊന്ന് എന്താ പറയുക, ഒരു നടൻ എന്ന നിലയ്ക്ക് നമുക്ക് പൂർണ്ണമായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസും തിയേറ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയോ സീരിയലൊക്കെ വരുന്നിടത്ത് വരുമ്പോൾ ചെയ്യും. അത് ഇപ്പം സീരിയലാണോ സിനിമയാണോ അല്ലെങ്കിൽ ഒരു ദിവസം അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണോ ഒന്നും ഞാൻ നോക്കാം. അതിലൊരു വലിപ്പ ചെറുപ്പത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല, നോക്കാറില്ല. കാരണം നടന്റെ ധർമ്മം അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സമയം കൂടുതൽ ചെലവഴിക്കുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതും ഒക്കെ തിയേറ്ററാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്മൻസ് ഓഫ് എനർജി എന്നൊക്കെ പറയുന്നത് വലുതാണ്. അറിയാം, തീർച്ചയായിട്ടും. അപ്പൊ അതില് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, താങ്കൾ 4ാം ക്ലാസ് മുതൽ അഭിനയിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിരുന്നു അല്ലെ? സ്കൂൾ ഓഫ് ഡ്രാമയിൽ റാങ്കോടെയാണ് താങ്കൾ പാസ്സായിട്ടുള്ളത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1ാം റാങ്കായിട്ട് അഭിനയത്തിൽ ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ കലാകാരനെ നമ്മുടെ പിന്നെ ഫ്ലോറിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാടകത്തിന്റെ പ്രോജക്റ്റുകൾ എങ്ങനെ? നാടകത്തിന്റെ ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീലാൻസ് ആയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു 3 പ്ലേകൾ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന നിലയ്ക്കുള്ള ഒരു 3 പ്ലേകൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും വൈഫും കൂടെ ചെയ്യുന്ന പ്രേമലേഖനം. അതൊരു ഓൾമോസ്റ്റ് ഒരു 12,000. വൈഫ് ഡാൻസറാണ്, സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡാൻസ് കഴിഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡെലിവറി അതെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് മൂത്ത മോനെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പ്രേമലേഖനം കളിച്ചു തുടങ്ങുന്നത്. അത് ഏകദേശം അത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ബ്രദർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഗൾഫിലൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും രാജേഷ് ശർമ്മയും കൂടെ ചെയ്യുന്ന ശുദ്ധം, അത് 2 നാടകങ്ങളും അരീനയിലാണ് ചെയ്യുന്നത്, ഓഡിയൻസിന്റെ 4 ചുറ്റും. പിന്നെ ഞാൻ ജോസും കൂടെ ചെയ്യുന്ന തോമാക്കറിയാത്തവരും. തിരുവനന്തപുരത്താണ്. ഈ 3 നാടകങ്ങളും ഇപ്പൊ കണ്ടിന്യൂസ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ പുതിയ ചില പ്രോജക്റ്റുകളുടെ ആലോചനയും ചിന്തകളും നാടകങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വളരെ നീട്ടിക്കൊണ്ട് പോകണ്ട. ഇനി എൻ്റെ ഒരു 1-2 ചോദ്യം കൂടി എന്ന് പറഞ്ഞാൽ, ചക്കപ്പഴം തിരികെ 3 ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരുപാട് ആളുകൾ, എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എബ്രോഡിൽ നിന്നൊക്കെ. ഒരുപാട് മെസ്സഞ്ചറിലോ അതിൽ ആൾക്കാർ എന്ന് തുടങ്ങും, എന്തിനാണ് നിർത്തിയത്, നല്ലതായിരുന്നില്ല, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇതുപോലെ വരുവാണെങ്കിൽ ചാനലിൽ എന്തുമാത്രം റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോഴും യൂട്യൂബ് എടുത്ത് നോക്കിയാൽ എത്രയെങ്കിലും ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരു മോശം സമയത്താണ് നിർത്തുന്നതെങ്കിൽ, അതായത് വ്യൂവേഴ്സ് കുറവാണ്, റേറ്റിംഗ് കുറവാകുന്ന സമയത്താണ് നിർത്തുന്നത്. ഓക്കെ, അത് പ്രോഗ്രാം കുറച്ച് ഡിമാണ്. വളരെ ഹെൽപ്ഫുള്ളി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഫസ്റ്റ് സീസണും അങ്ങനെയായിരുന്നു. എന്തോ ഒരു കാരണം പെട്ടെന്ന് നിർത്തി. പിന്നെ പെട്ടെന്നൊരു റീതിങ്കിങ് ഉണ്ടായി ആയിട്ടാണ് അത് തുടങ്ങിയത്. റീസ്റ്റാർട്ട് സീസൺ 2 തുടങ്ങിയത്. സീസൺ 2 അതേപോലെ പെട്ടെന്ന് നിർത്തി. ഇനി എന്ന് തുടങ്ങുന്നത് നമുക്കറിയില്ല. ഏതായാലും ഈ സിനിമകൾ, എത്രയെങ്കിലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്ട്രൈക്കിംഗ് ആയ ഒരു കഥാപാത്രം ഏതായിരുന്നു? അങ്ങനെ മാലിക്കൊക്കെ പലരും തിരിച്ചറിയപ്പെടുന്ന പറയുന്നത്. ഞാൻ ആ സിനിമ കണ്ടതാണ്. ക്രിസ്റ്റഫറിന്റെ ക്യാരക്ടർ, അതും ഞാൻ കണ്ടതാണ്. കുപ്രസിദ്ധ പയ്യൻ, അതൊക്കെ കണ്ടിട്ടില്ല. അതെ. പക്ഷെ മാലിക് വളരെ നന്നായിരുന്നു. എനിക്ക് നല്ല സ്ട്രൈക്കിംഗ്. എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 3-4 കാലഘട്ടത്തിലൂടെ ടീമിനോടൊപ്പം നിൽക്കാൻ പറ്റും. തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിന്റെ പ്രായം ഒക്കെ ആയിട്ട് വളരെ ഭഗത് എന്ന് പറയുന്ന നടനോടൊപ്പം തീർച്ചയായിട്ടും. അതെ അദ്ദേഹം സംവിധായകന്റെ തീർച്ചയായിട്ടും അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. ഇനി ഒന്നുകൂടെ ഞാൻ ചോദിച്ചുകൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. അതായത് ഇത്രയും എപ്പിസോഡുകൾ താങ്കൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ചക്കപ്പഴത്തിൽ. എന്നും ഓർക്കുന്ന രസകരമായ ഒരു മുഹൂർത്തം ഉണ്ടായിരുന്ന, അതായത് പിന്നെ ഇപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങൾ പിന്നെ ഡയലോഗ് പഠിച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ കയ്യിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വിജയിപ്പിച്ച ഒരു കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയെങ്കിലും നിങ്ങൾ കയ്യിൽ നിന്നിട്ട ഡയലോഗിൽ റാഫിയും പിന്നെ അതായത് നമ്മുടെ ശ്രീകുമാറും
അമലും പിന്നെ വേറെ കഥ മറ്റുള്ളവർ പറയുന്നില്ല, പൈങ്കിളി മകളും ഒക്കെ ഇതിൽ നിങ്ങൾ എല്ലാവരും കൂടെ യോജിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിൽ ഒരു സീനിൽ നമ്മളൊരു സീനിൽ ആ സീനിൽ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയത് കയ്യിൽ നിന്നിട്ട് വിജയിപ്പിച്ച ഒരു രംഗം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒന്നും ക്യാച്ച് ചെയ്യുന്നില്ല. അല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരെണ്ണം പറഞ്ഞാലും അല്ല അത് ഇപ്പൊ ഓർമ്മ നിൽക്കുന്നില്ല. കാരണം ഞാൻ ഭയങ്കര മറവി ഉള്ള ഒരാളാണ്. പഠിക്കുന്നു. എനിക്കിപ്പം സ്ക്രിപ്റ്റ് തരുവാണെങ്കിൽ അത് അവിടെ എന്നെ എപ്പോഴും എല്ലാവരും കളിയാക്കാറുണ്ട്. ചക്കപ്പഴത്തിന്റെ ഒരു സീനിൽ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡയലോഗ് മാത്രമല്ല പഠിക്കുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഡയലോഗ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങളിത് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് അടുത്ത റാഫി പറ, ശ്രുതി പറ എന്ന് പറയും. അപ്പോൾ പിന്നെ അപ്പം ഇവർ കളിയാക്കാം. എന്നാൽ പിന്നെ ക്യാമറ അങ്ങോട്ട് വെച്ചിട്ട് എല്ലാം കൂടെ പറഞ്ഞാൽ പോലും ചോദിക്കും. അപ്പോൾ ആ സമയത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സീൻ എടുത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരുപാട് സിറ്റുവേഷൻസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ കണ്ണൻ്റെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവൻ നല്ല ഒബ്സർവറാണ്. അവൻ ആരെങ്കിലും ഒക്കെ ഡയലോഗ് ട്രെയിൻ യാത്രയിൽ ഗംഭീര കക്ഷി. പിള്ളേരെല്ലാവരും സാധികയായാലും നമ്മുടെ കാശിയൊക്കെ ആയാലും ഒക്കെ നല്ല ബ്രില്യൻറ്റ് പിള്ളേരാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നൊക്കെ, മുത്തശ്ശി ചിലപ്പം ഇതിലൊന്നും ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ ആയിരിക്കും മുത്തശ്ശി അവിടെ നിന്ന് ഇംപ്രൂവൈസ് ചെയ്യുന്നത്. പക്ഷെ മുത്തശ്ശി എപ്പോഴും പുറത്താണെങ്കിൽ പോലും ഷൂട്ട് കഴിഞ്ഞ് വെളിയിൽ പോയാലും ഡേയ് എന്റെ അവള് വന്നില്ലേ, കാരണം അമ്മയായിട്ടാണ് നിൽക്കുന്നത്. അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുന്ന മകൻ അമ്മ എന്നെ ഇത് പറഞ്ഞമ്മ. ഏതായാലും ഞാനിതിൻ്റെ ഒരു കടുത്ത ആരാധകനാണെന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ തുടർന്നും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു രംഗം കൂടെ പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാമുകയുണ്ട്. അദ്ദേഹം ഈ തള്ളുകഥകൾ പറയുന്ന അല്ലെ കുൽക്കർണി, ഈ കുൽക്കർണി കാമുകിയുടെ ഒരു കത്ത് അബദ്ധവശാൽ ഭാര്യ ലളിത അല്ലെ ലളിതേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന രംഗമൊക്കെ എന്ത് സ്വാഭാവികമാണെന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പോഴ്ത്തുന്നതല്ല. ഏതായാലും ആ കത്ത് വിഴുങ്ങി ഓടുന്ന ഒരു രംഗവും നിങ്ങൾ നിൽക്കൂ ഞാൻ ചോദിക്കട്ടെ എന്ന മകളുടെ ചോദ്യവും ഈ സുമേഷ് എന്ന മകന്റെ തിരിച്ചുള്ള കൗണ്ടറും. ഏതായാലും അമൽരാജ് ഞങ്ങളുടെ ഫ്ലോറിൽ വന്നതിൽ വളരെ സന്തോഷം. സാധാരണക്കാരന് ഇഷ്ടപ്പെട്ട ഒരു പരമ്പര അല്ല, സിറ്റ്കോം എന്ന് തന്നെ പറയാം. അതിലെ ഒരു കഥാപാത്രത്തെ ഭംഗിയായി അവതരിപ്പിച്ച താങ്കൾക്ക് ഇനിയും എൻ്റെ ഒരു 3-ാം ഭാഗം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതെ, കാരണം ഒന്ന് ഈ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യുന്ന സിംഗ് സൗണ്ട് ആണ്, പിന്നെ ഒരുപാട് ഇംപ്രൊവൈസേഷൻസ്. അപ്പം എപ്പോഴും ഈ ഇത്തരം സിനിമകളിലൊക്കെ ആയാലും ആക്ടേഴ്സിന്റെ ഒരു സ്പേസ് വളരെ കുറവാണ്. കാരണം സിനിമ എപ്പോഴും സംവിധായകന്റെ കലയാണ്, ആക്ടേഴ്സിന് സ്പേസ് കുറവാണ്. പക്ഷെ തിയേറ്ററിൽ നേരെ തിരിച്ചാണ്, തിയേറ്ററിന് ആക്ടേഴ്സിനാണ് ഇമ്മൻസ് ഓഫ് സ്പേസ് ഉള്ളത്. അപ്പൊ ആ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മളെ ഇത്തരം പരിപാടികളിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പല തരത്തിൽ ഇംപ്രവൈസ് ചെയ്യാനും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഒരു ഇതെന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു, കാരണം നമുക്ക് അറിയില്ല, ഈ മീഡിയ അറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന പിന്നെ നമുക്ക് പലതരത്തിൽ എല്ലാ കാര്യങ്ങളും ആക്ഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ആ ഒരു ടീമും കൂടെ ആയപ്പോൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട്. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിന് ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ പറ്റില്ല. താങ്കൾ എന്ന് പറയുന്ന നടനെ ഈ പറയുന്ന പോലെ തിയേറ്ററിനോടുള്ള താങ്കളുടെ ആഭിമുഖ്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. കാര്യം നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് നമ്മൾ സംസാരിക്കാൻ കയറുന്നതിന് മുമ്പ് സാറ് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. നാടകം എന്ന് പറയുന്നത് ശരിക്കും സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടം സാധനങ്ങളുടെ കൂട്ടിയോജിപ്പാണ്. ഇത് താങ്കൾ പറഞ്ഞ പോലെ അഭിനേതാവിന് തൻ്റെ മുന്നിൽ ഒരു കളരി അങ്ങ് കൊടുക്കുകയാണ്, സംവിധായകന് റോള് പിന്നെ പകുതിയേ ഉള്ളൂ. ഏതായാലും താങ്കൾ എന്ന നടന് ഇനിയും ഇത്തരത്തിൽ വളരെ വൈബ്രൻ്റായ കഥാപാത്രങ്ങളൊക്കെ സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ താങ്കൾ ഇനിയും ചെയ്യും എന്ന് തന്നെ സാധാരണ പ്രേക്ഷകർ കരുതുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം. താങ്ക് യു സോ മച്ച്.